ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാം മന്തിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 5 വലിയ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക, മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു ഇഞ്ചിയുടെ കഷ്ണം, കുറച്ച് വെളുത്തുള്ളിയും വലിയുള്ളിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി വെച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് നമുക്ക് ചിക്കനിലോട്ട് തേച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ ബാക്കി വന്ന മസാല നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒരു 3/4 വേവ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ്, ഒരു കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 8 ഏലക്കായ്, 8 കറാമ്പൂവ്, ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മുടെ അരി ഇവിടെ വേവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് മസാല എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് ഊറ്റിടുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിൽ നമ്മളെ മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ അരി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കനിലെ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലേൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് ചോറിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ചാർക്കോൾ കഷ്ണിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് പുകയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം മന്തി ഇവിടെ റെഡി ആയിക്കണേ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.